CITU നേതാവ് സുനിൽകുമാർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് അതിഥിയായി. സുനിൽകുമാർ, CITU ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാടിനെ, ഗതാഗത വകുപ്പിന്റെ നിലപാടിനെ എതിർക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു എതിർപ്പ്? കാരണം പല ഓട്ടോ തൊഴിലാളികളും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന പെർമിറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണെന്നാണ് പറയുന്നത്. സംസ്ഥാന പെർമിറ്റ് കൊടുക്കുന്നതിന് CITUവിന് കൃത്യമായൊരു നിലപാടുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ ഓട്ടോറിക്ഷകൾ പ്രാദേശികമായുള്ള തൊഴിലാളികൾ അതാത് പ്രദേശങ്ങളിൽ സ്റ്റാൻഡുകളുണ്ടാക്കി വാഹനം ഓടുന്ന രീതിയാണ് നിലവിലുള്ളത്. സംസ്ഥാന പെർമിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ റൂറൽ മേഖലയിൽ നിന്ന് നഗരത്തിലേക്കും നഗരമേഖലയിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്കും നിലവിലുള്ള തൊഴിലാളികളുടെ തൊഴിൽ ജീവിത മേഖലയിലേക്ക് മറ്റുള്ളവർ കടന്നു വരുമ്പോൾ ഈ തൊഴിൽ മേഖലയിൽ പുതിയ സംഘർഷങ്ങളുണ്ടാകും. നിലവിൽ ഒരിടത്തൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി ആ സ്റ്റാൻഡിൽ ഒരു നിയമം ഉണ്ടാക്കാറുണ്ട് തൊഴിലാളികൾ. സ്റ്റാൻഡിന് സീനിയോറിറ്റി ഉണ്ട്, അവിടുത്തെ തൊഴിലാളികൾ വെൽഫെയർ സ്കീമുണ്ട്, അതുപോലെ തന്നെ മറ്റ് ചില പദ്ധതികൾ ഉൾപ്പെടെയുള്ളവർ ജനങ്ങളെ സഹായിക്കുന്ന ക്ഷേമ പദ്ധതികൾ, ഇവയെല്ലാം ചേരുന്നതാണ് ഒരു സ്റ്റാൻഡിൻ്റെ വ്യവസായ പോകുന്നത്. ആ സ്റ്റാൻഡിലെ സീനിയോറിറ്റിക്ക് അപ്പുറത്ത് മറ്റൊരു വണ്ടി കൊണ്ട് പിടിക്കുമ്പോൾ ഈ വണ്ടിയുടെ സീനിയോറിറ്റി നഷ്ടപ്പെടുന്ന തൊഴിലാളികൾ തമ്മിൽ തർക്കമാകും. അങ്ങനെ ഒരു പ്രദേശത്തെ തൊഴിൽ ജീവിത മേഖലയിൽ മറ്റു തൊഴിലാളികൾ വരുമ്പോൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് ഇതൊരു പുതിയ കാരണമായി മാറും. നേരത്തെ പത്തനംതിട്ടയിൽ നിന്ന് പ്രതികരിച്ച ഒരു ഓട്ടോ തൊഴിലാളി പറയുകയായിരുന്നു, അവർക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകണം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചു വരണം, ടാക്സി വിളിച്ചു വരാൻ ചിലപ്പോൾ അവർക്ക് കഴിയുകയില്ലായിരിക്കാം. അങ്ങനെയെങ്കിൽ ഓട്ടോയിൽ വരാമല്ലോ. അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെയുണ്ട്, അതിനൊക്കെ ഗുണകരവുമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ആളുകൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുമെന്ന് കരുതി ഇത്തരത്തിലൊരു പരിഷ്കാരത്തെ നമ്മൾ കണ്ണടച്ച് കാണേണ്ടതുണ്ട്. അല്ല, അങ്ങനെ ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ള ആളുകൾക്ക് പത്തനംതിട്ടയിലേക്കോ തൊട്ടടുത്ത ജില്ലയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കോ അവിടെ നിന്ന് കോട്ടയത്തേക്കോ പോകുന്നതിന് ഒരു ജില്ലയിൽ ഉള്ളവർക്ക് അടുത്ത ജില്ലയിൽ കൂടി പോകാനുള്ള അനുമതി കിട്ടത്തക്ക രീതിയിൽ ഇതിനെ നമ്മൾ നിയമം ഭേദഗതി ചെയ്യണം. ഇത് നിലവിലുള്ള ഒരു തൊഴിൽ മേഖലയിൽ മറ്റു സ്ഥലത്തുള്ള ആളുകൾ വരുമ്പോൾ തൊഴിലാളികൾക്കിടയിൽ സംഘർഷം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ സാഹചര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, ഏതായാലും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു ഓട്ടോയിൽ യാത്ര ചെയ്യാൻ നമുക്ക് കഴിയില്ല. പറയൂ, താങ്കൾ പറയൂ. എന്നെ ഒന്ന് പറയാൻ അനുവദിച്ചു. ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് പോകാനുള്ള സംവിധാനം അഥവാ അതിനു വേണ്ടുന്ന അനുമതി കൊടുക്കുന്നതിനെ CITU എതിർക്കുന്നില്ല. എന്നാൽ ഇവിടെ സംസ്ഥാനാടിസ്ഥാനത്തിൽ ഓടാനുള്ള ശേഷി ഒരു ഓട്ടോറിക്ഷയ്ക്ക് നിലവിലുള്ള കപ്പാസിറ്റി അനുസരിച്ചോ ഇന്ത്യൻ ക്ഷമത അനുസരിച്ചോ കഴിയുന്നില്ല. ഇത് കേരളത്തിൽ ഊബർ, ഓല പോലെയുള്ള ഓൺലൈൻ ടാക്സിയുടെ പകരമായി ഓൺലൈൻ ഓട്ടോറിക്ഷ സ്ഥാപിച്ചെടുക്കാനുള്ള നീക്കമാണ്. ഒരു പ്രദേശത്തെ യൂണിറ്റിലെ സ്റ്റാൻഡ് കമ്മിറ്റിയുടെ കൺവീനർ കൊടുത്ത അപേക്ഷയിന്മേൽ അസാധാരണമായി ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസ് ട്രേഡ് യൂണിയൻ പ്രതികളെയോ മറ്റാളുകളെയോ വിളിച്ച് ചർച്ച നടത്താതെ ഏകപക്ഷീയമായ ഒരു അപേക്ഷയിന്മേൽ ഇങ്ങനൊരു ഉത്തരവിറക്കിയതിൻ്റെ പിന്നിൽ അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. ഓൺലൈൻ ഓട്ടോറിക്ഷ സംവിധാനങ്ങൾ നടത്തുന്ന കമ്പനികൾക്ക് കേരളത്തിൽ യഥേഷ്ടം സർവീസ് നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത്, തിരുവനന്തപുരം ജില്ലയിലുള്ള ആളുകൾക്ക് കൊല്ലത്ത് പോകാൻ അനുമതി കൊടുക്കണം, കൊല്ലത്തുകാർക്ക് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും പോകാൻ അനുമതി കൊടുക്കണം. അതിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ ഒരു സ്റ്റാൻഡ് പ്രദേശത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിൽ മേഖലയിലേക്ക് മറ്റാളുകൾ വരുമ്പോൾ ഇവർ തമ്മിൽ തർക്കം അതിവിടെയല്ല. ഇപ്പോൾ കോഴിക്കോട് മേഖല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ 4 മാസം മുമ്പ് CITU ഒഴികെ CITU ആ സമരത്തിൽ ആദ്യം പങ്കുചേർന്നില്ല. INTUC, AITUC, STU, സ്വതന്ത്ര സംഘടനകളെല്ലാം ചേർന്ന് ഇലക്ട്രിക് ഓട്ടോകളുടെ സ്റ്റേറ്റ് പെർമിറ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 5 മാസക്കാലത്തെ സമരം നടന്നു. കോർപ്പറേഷൻ കളക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ചർച്ച നടത്തി. കോർപ്പറേഷൻ പരിധിക്കകത്തുള്ള വാഹനങ്ങൾക്ക് കോർപ്പറേഷൻ പെർമിറ്റ് എന്ന് പരിമിതപ്പെടുത്തി. ഇതേ പ്രശ്നം എറണാകുളത്തും ഉണ്ടായി. ഇത്തരം സംഘർഷങ്ങളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ അഭിപ്രായം ഇപ്പൊ പറഞ്ഞത്. അല്ലാതെ കണ്ണൂരിലുള്ള മാടായി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ അപേക്ഷയിലാണ് തീരുമാനം എന്നാണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. അത് താങ്കൾക്ക് അറിവുള്ളതാണോ? സംഘടനയുടെ അറിവില്ലാതെയാണോ ഒരു ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയിരിക്കുന്നത്?
നിങ്ങൾ കാണുന്നത് വലിയ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഏരിയ കമ്മിറ്റി പോലെ ഒരു വിപുലമായ ഏരിയ കമ്മിറ്റി. മാടായി എല്ലാം വളരെ റിമോട്ടായ പ്രദേശങ്ങളാണ്. അവിടെ 2-3 പഞ്ചായത്തുകളിൽ ചേർന്ന് 4 സ്റ്റാൻഡുകളാണ് ഉണ്ടാവുക. അവിടുത്തെ ഒരു സ്റ്റാൻഡിൻ്റെ കൺവീനർ കൊടുത്തൊരു അപേക്ഷയാണ്. CI2 കൊടുക്കണമെന്നോ കൊടുക്കണ്ട എന്നോ ഇങ്ങനൊരു ചർച്ച CI2വിൻ്റെ സംഘടനാ തലങ്ങളിൽ നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ശേഷം കൊടുത്തൊരു അപേക്ഷയുമായിരുന്നില്ല. ഒരു പ്രദേശത്തുകാർ അവർക്ക് പാപ്പിനിശ്ശേരിയിൽ നിന്ന് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയിലേക്കും കാസർഗോഡുള്ള ആളുകൾക്ക് പാപ്പിനിശ്ശേരിയിലെ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനുള്ള ഗതാഗത തടസ്സത്തിന് പരിഹാരം കാണാൻ അവർ കൊടുത്തൊരു അപേക്ഷയിന്മേൽ അതൊരു സൗകര്യമായി കണ്ട് നടത്തിയ പെർമിറ്റ് നൽകലാണ് ഇവിടെ. സാധാരണ നടത്തുന്ന യാതൊരു തരത്തിലുള്ള പരിശോധനകളും ഇതുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസ് നടത്തിയിട്ടില്ല എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്കിതിൽ വേറെ സങ്കുചിതമായൊരു കാഴ്ചപ്പാടോ സങ്കുചിതമായൊരു അജണ്ടയോ CI2 ഈ കാര്യത്തിനകത്തില്ല. INTUCയും STU ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഈ നിലപാടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ശരി, ഒരു കാര്യം കൂടി സർ, ഗതാഗത മന്ത്രി ഏതായാലും ഈ കാര്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൽ കൂടുതൽ ചർച്ചകൾ അനിവാര്യവുമാണ്. CI2 അത്തരം ചർച്ചകൾക്ക് തയ്യാറാണോ? താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഭാഗികമായി ഇത് നടപ്പാക്കാൻ, അതായത് തൊട്ടടുത്ത ജില്ലകളിലേക്കോ അല്ലെങ്കിൽ ആവശ്യമനുസരിച്ച് ഒക്കെ പോകുന്നതിന് CI2 എതിർപ്പ് അറിയിക്കില്ലെന്നാണ്. അതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് ഇത് നടപ്പാക്കണമെന്നാണ്. അതല്ല ഇന്നലെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് തൊഴിലാളികൾക്ക് ഗുണകരമായതിൽ ഇത് ഭേദഗതി ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാവും. ശ്രീ KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അത്തരത്തിൽ ജനാധിപത്യപരമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നയാളാണ്. ഞങ്ങളുടെ അഭിപ്രായങ്ങളെ മുഖവിലക്കെടുക്കുന്നയാളാണ്. അദ്ദേഹം ശരി മനസ്സിലാക്കി പെരുമാറുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. അത് തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളുടെ അഭിപ്രായം ഇന്നലെ തന്നെ ഞങ്ങൾ കത്തായി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് എഴുതി നൽകിയിട്ടുണ്ട്. ഇത് ചർച്ച നടത്തണം. അടുത്ത ജില്ലയിലേക്ക് കൂടി അവർക്ക് പെർമിഷൻ കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കണം. നിലവിലുള്ള 20 കിലോമീറ്റർ എന്ന് കഴിയുമെങ്കിൽ 30 കിലോമീറ്ററെങ്കിലും വർദ്ധിപ്പിച്ച് നൽകണം. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലാതെ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പിടിവാശിയോ ഒരു തർക്കമോ ഈ കാര്യത്തിനകത്തില്ല. മനസ്സിലായി സർ. തുറന്ന ചർച്ചകൾക്ക് തയ്യാറാണ് എന്നാണ് CI2 വ്യക്തമാക്കുന്നത്. KS സുനിൽകുമാർ CI2വിന്റെ പ്രതിനിധി നമ്മോട് സംസാരിക്കുന്നത്. വളരെയധികം നന്ദി സർ.